നിങ്ങൾ ഒരു മാസം കൊണ്ട് 300 മുട്ട കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊളസ്ട്രോൾ കൂടിയാണ്ട് നിങ്ങളെ ആർട്ടറീസ് ഒക്കെ ബ്ലോക്കായി നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് നിങ്ങൾ മരിക്കുമോ? ആബ്സല്യൂട്ട്ലി നോട്ട്. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസം ഒരു ദിവസം 10 മുട്ട വെച്ച് ഒരു മാസം കൊണ്ട് 300 മുട്ട കഴിച്ചു. ആൻഡ് ഡു യു നോ വാട്ട് ഹാപ്പൻഡ്? ഐ ഗാട്ട് ഫക്കിംഗ് സ്ട്രോങ്ങർ. സോ എന്തിനാണ് ഞാൻ ഇങ്ങനെ കഴിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലാണ്. ഞാൻ ഇവിടെ നിന്നുണ്ട് ഇങ്ങനെ പറയണത് നോക്കണ്ട. ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ ഒരു ദിവസം തന്നെ 2 നേരം വർക്കൗട്ട് ചെയ്യലുണ്ട്. സ്പ്രിൻറ്റിങ്ങും അതേപോലെ വെയിറ്റ് ലിഫ്റ്റിങ്ങുമായിട്ട്, മെയിൻലി വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിട്ട് തന്നെ ചെയ്യൽ. ആൻഡ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ചീപ്പായിട്ടുള്ള, അതേസമയം ഏറ്റവും നമുക്ക് ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫുഡാണ് എഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത്, ഞാൻ മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യും. ആ ഒരു ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗിൽ എണീക്കും. ഒരു 5 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ഫുഡൊന്നും കഴിക്കില്ല. വീഡിയോ ഷൂട്ടിങ്ങും സ്ക്രിപ്റ്റിങ്ങും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കയറും. അത് കഴിഞ്ഞാണ്ട് ആ സംഭവങ്ങളൊക്കെ അന്നത്തെ മെയിൻ ടാസ്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഒരു 10 മണി ആ ഒരു ടൈമിൽ, 10 മണി 9 മണി അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ടൈമിൽ ഞാൻ 5 മുട്ട സ്ക്രാമ്പിൾ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബോയിൽ ചെയ്തുകൊണ്ട് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റിനോട് കൂടെ. അതായത് അപ്പോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും വീട്ടിൽ. എന്നിട്ട് പിന്നെ ഉച്ചക്ക് വീട്ടിൽ എന്താണുള്ളത് ആ ലഞ്ച് കഴിക്കും. ദെൻ ഈവനിങ് പ്രീ വർക്കൗട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ജിമ്മിൽ പോവും. ജിമ്മിൽ പോയി നല്ല അടിപൊളി വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നല്ല വിശന്ന് ഒന്ന് കുറച്ച് ക്ഷീണിച്ച് വരുന്ന ടൈമിൽ, അതായത് നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ട് വീട്ടിലുള്ള ഡിന്നർ എന്താ വെച്ചാൽ അതും പ്ലസ് 5 മുട്ടയും കൂടി കഴിക്കും. അങ്ങനെ രാവിലെ 5, വൈകുന്നേരം 5, ടോട്ടൽ 10 മുട്ട. അപ്പോൾ വരുന്നൊരു ക്വസ്റ്റ്യനാണ്, എഗ്ഗ് വൈറ്റ് മാത്രമാണോ കഴിക്കുന്നത്, യോക്ക് കഴിക്കണില്ല എന്നൊക്കെ. സോ ഞാൻ പറയണേ, ഒരു മുട്ടൻ്റെ ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ഉള്ളൊരു സംഭവം എഗ്ഗ് യോക്കാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്താണ്ട് കഴിക്കേണ്ടത് ആവശ്യം വരും. എപ്പോഴാ വെച്ചാൽ നമ്മൾ അത്രയും കാലറി റെസ്ട്രിക്റ്റഡ് സിറ്റുവേഷനിൽ ജീവിക്കുമ്പോഴാണ്. അതായത് ഇപ്പോൾ ഒരു ബോഡി ബിൽഡറിനെയൊക്കെ സംബന്ധിച്ച് പീക്ക് കോമ്പറ്റീഷൻ ടൈമിലൊക്കെ കാലറി അത്രയും റെസ്ട്രിക്റ്റ് ചെയ്താണ്ട് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ടൈമിലൊക്കെ ഓക്കെ. അല്ലാത്ത സമയത്ത് എഗ്ഗ് യോക്ക് തിന്നു കഴിഞ്ഞാൽ അത് വരും, ഇത് വരും, തടി കൂടും, കൊളസ്ട്രോൾ കൂടും എന്നൊക്കെ പറഞ്ഞാൽ ഐ എയ്റ്റ് ഹോൾ എഗ്സ് 10 eggs every day for 30 days. ഇനി ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഞാൻ എഗ്സിനെ പറ്റി പറയുമ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് കൊളസ്ട്രോൾ എന്നുള്ളത്. എഗ്ഗിൽ ഒരുപാട് കൊളസ്ട്രോൾ ഇല്ലേ, അത് നമുക്ക് എന്താ പറയുക, നമ്മൾ ആർട്ടറീസ് ബ്ലോക്ക് ആവില്ലേ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ലേ, നമ്മളെ കൊളസ്ട്രോൾ ലെവൽ കൂടൂലേ ബ്ലഡിലുള്ള. ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, എഗ്ഗിലുള്ള കൊളസ്ട്രോൾ എന്ന് പറയുന്നത്, യെസ് എഗ്ഗിൽ നല്ല കൊളസ്ട്രോൾ ഉണ്ട്, ശരിയാണ്. പക്ഷെ അത് ഡയറ്ററി കൊളസ്ട്രോളാണ്. ഈ ഡയറ്ററി കൊളസ്ട്രോൾ നമുക്ക് ശരിക്കും വേണം. നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാനായിക്കോട്ടെ, അതുപോലെയുള്ള ഹോർമോൺ ഫംഗ്ഷൻസിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഫുഡിൽ നിന്ന് കിട്ടുന്ന, ഈ ഇറച്ചിയിൽ നിന്ന് മുട്ടിൽ നിന്ന് കിട്ടുന്ന ഹെൽത്തി ഫാറ്റുകളും ഈ കൊളസ്ട്രോളൊക്കെ നമുക്ക് ശരിക്കും ആവശ്യമുള്ള സംഭവമാണ്. അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന സംഭവമല്ല. ഈ അടുത്ത് ഇഷ്ടം പോലെ, അത് കുറേ മുമ്പ് വന്ന സ്റ്റഡീസ് ആയിരുന്നു അങ്ങനെ. ഈ അടുത്ത് ഒരുപാട് സ്റ്റഡീസ് വന്നിട്ടുണ്ട് ഈ എഗ്സ് ഒക്കെ കഴിക്കുന്നതിലൂടെ അത് ഡയറക്റ്റ്ലി ഹാർട്ട് അറ്റാക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. Cholesterol makes up the cell membrane of every cell in our body. So, as you know, but maybe the listeners don't, even though a cell is a spherical thing, it has to be fluid, right? It's not just a rigid like sphere, like a blow up ball, right? It's got to be able to kind of move in this way to mesh with other cells. It also has to accommodate having porous structures that traverse its membrane to allow ions and things like that to go across. And it's cholesterol that gives the fluidity to that membrane. It's also, as you're alluding to, the backbone of some of the most important hormones in our body: estrogen, progesterone, testosterone, cortisol. So we have this thing, super important. Okay. Then let's talk about, can you get cholesterol in your diet? Yes, you can eat foods that are rich in cholesterol. What was known in 1960, but somehow escaped everybody's imagination until finally the American Heart Association acknowledged this a few years ago, is that the cholesterol you eat does not really make it into your body. Additional factors that can help your health. One being something called sphingomyelin. Okay, what is that? Well, that's a compound that can help prevent plaquing in your vascular system. So if you're still hung up on this idea that eggs might clog your arteries, actually it doesn't. It actually prevents the plaquing of your arteries. ബ്ലഡ് കൊളസ്ട്രോൾ, നമ്മൾ പറയുന്ന ബാഡ് കൊളസ്ട്രോൾ, ബ്ലഡിലുള്ള കൊളസ്ട്രോൾ നമ്മുടെ ലിവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതല്ലാതെ ഈ എഗ്സ് തിന്നുകാണ്ട് വരുന്നതോ അങ്ങനൊന്നല്ല.
ഇപ്പോൾ നമ്മൾക്ക് ഫുഡിൽ നിന്ന് അത്യാവശ്യം കൊളസ്ട്രോൾ കിട്ടുന്നുണ്ടെങ്കിൽ അവർ ബോഡി വിൽ മേക്ക് ലെസ് ഓഫ് ഇറ്റ്, അത്രേ ഉള്ളൂ. ശരിക്കും ഈ കൊളസ്ട്രോൾ, അതായത് ഈ ഡയറ്ററി കൊളസ്ട്രോൾ അല്ല ഈ ഹാർട്ട് അറ്റാക്ക് നയിക്കുന്നത്. അത് നമ്മളൊരു മിസ്കൺസെപ്ഷൻ ആണ്. നമ്മൾ കഴിക്കുന്ന ഷുഗേഴ്സും ആർട്ടിഫിഷ്യൽ സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ക്രോണിക് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന അതുപോലെയുള്ള ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് നയിക്കുന്നത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു ദിവസം ഒരുപാട് എഗ്ഗ് കഴിച്ചു എന്ന് കരുതി ഒരു പ്രശ്നവുമില്ല. ഇനി എന്തുകൊണ്ടായിരിക്കും ആരും ഇങ്ങനെ, വളരെ കുറച്ച് ആൾക്കാർ, വളരെ റയർ ആൾക്കാർ മാത്രം ഇങ്ങനത്തെ ഫുഡുകളെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ വലിയ വലിയ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനീസ്, ഡോക്ടേഴ്സ്, അതുപോലെ നമ്മളെ ഓല് റെക്കമെൻഡ് ചെയ്യുന്ന ഫുഡുകൾ, നമുക്ക് വരുന്ന പരസ്യങ്ങൾ, ഇതൊക്കെ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ അയാൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് റെഡ് മീറ്റ്, അതുപോലെ എഗ്ഗ്, അതുപോലെ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു കാട്ടിൽ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഹണ്ട് ചെയ്താൽ കിട്ടുന്നതും, അതുപോലെ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സും, അതുപോലെ നമുക്ക് കിട്ടുന്ന ഡയറി, അതായത് പാല്, അതുപോലെ നമുക്ക് കിട്ടുന്ന ഹണി, അങ്ങനത്തെ സംഭവങ്ങൾ. ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഒരാളും ഫുള്ള് കഴിക്കുന്നത്. നല്ല സൺലൈറ്റ് ഒക്കെ കിട്ടി ഇങ്ങനെ ഒരു ഇതിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ഫക്കിംഗ് സ്ട്രോങ്, ഡെഫിനറ്റ്ലി. കാരണം അത്രയും അടിപൊളി ഫുഡാണ് മൂപ്പർ കഴിക്കുന്നത്. ഡയറക്റ്റ് ടിഷ്യൂസ്, മീറ്റിൽ നിന്നൊക്കെ കഴിച്ച്, എഗ്ഗൊക്കെ കഴിച്ചാണ്ട്, ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീൻ സോഴ്സ് ഒക്കെ കഴിച്ചാണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളെ ബോൺസ് ആണെങ്കിലും, അയാളെ ജോയിൻസ് ആണെങ്കിലും, അയാളെ മസിൽസ് ആണെങ്കിലും ഒക്കെ ഫുൾ സ്ട്രോങ് ആകാരം. അയാൾക്ക് എന്തുണ്ടാവും? നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും, നല്ല ക്ലാരിറ്റി ഉണ്ടാവും, തിങ്ക് ചെയ്യാനുള്ള കഴിവുണ്ടാവും, ഷാർപ്പായിരിക്കും, ടയേർഡ് ആവില്ല, എനർജി ഉണ്ടാവും, ഫുൾ എന്താണ് പറയുക, മറ്റേ സാധനം കണ്ടല്ലോ, മൂഡ് സ്വിങ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറവായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരാളായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഡിസീസ് കുറവായിരിക്കും. ഡിസീസ് കുറവായ എന്താ പ്രശ്നം? ഹി വോണ്ട് ഗോ ടു ഹോസ്പിറ്റലിലേക്ക് പോയില്ലെങ്കിലോ വല്ലാതെ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, മരുന്ന് ചിലവാവില്ല. മനസ്സിലായോ? ഒക്കെ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ഡാർക്ക് സംഭവം ഇതിൻ്റെ ഉള്ളിൽ അടങ്ങി കിടക്കുന്നുണ്ട്. നമ്മൾ ഫുള്ള് എന്താണ്, നമുക്ക് ബയോ അവൈലബിലിറ്റി ഏറ്റവും കുറഞ്ഞ ഫുഡുകൾ, അതുപോലെയുള്ള കെലോഗ്സ്, ഓട്സ്, ഇങ്ങനെയുള്ള പാക്കഡ് ഐറ്റംസ്. ഓട്സൊക്കെ ഹെൽത്തി ആണെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഓട്സിനൊക്കെ ഒരു എന്താ പറയുക, ഏറ്റവും ലെസ് പ്രോസസ്ഡ് ഫോം, അതായത് എന്തോ സ്റ്റീൽ കട്ട് ഓട്സ്, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതൊക്കെ പിന്നെയും ഓക്കെ. നമ്മളെ നോർമൽ ഓട്സൊക്കെ ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ഇതിലേറ്റവും റിലേറ്റഡ് ആണ്. ഇപ്പം ഇങ്ങനത്തെ ഫുഡുകളൊക്കെ പുഷ് ചെയ്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെയൊക്കെ പുഷ് ചെയ്ത്, അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ കഴിക്കാൻ പറഞ്ഞ്, ഫൈബറൊക്കെ കൂടുതൽ കഴിക്കാൻ പറഞ്ഞാണ്ട് ഈ ഏറ്റവും ബയോ അവൈലബിലിറ്റി കുറഞ്ഞ ഫുഡുകളിൽ നിന്ന് വളരെ കുറച്ച് ന്യൂട്രിയൻസ്, അതായത് നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന എല്ലാ ന്യൂട്രിയൻസും മീറ്റിൽ നിന്നും അതുപോലത്തെ ഫുഡിൽ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ന്യൂട്രിയൻസും പ്ലാന്റിൽ നിന്ന് കിട്ടുന്നില്ല. അത് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ് ബേസ്ഡും കൂടുതൽ വീഗൻ ബേസ്ഡും ഫുഡുകൾ കഴിക്കാൻ പറഞ്ഞ്, എന്നിട്ട് നമ്മൾക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, ഇൻഫ്ലമേഷൻ, ബ്ലോട്ടിങ്, അതുപോലെ എന്താ പറയുക, ഇമ്മ്യൂണിറ്റി കുറവായി, നമുക്ക് പല അസുഖങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഷേപ്പിലല്ല, ഒബിസിറ്റി, ഡയബറ്റീസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ പ്രോസസ്ഡ് ഫുഡുകളൊക്കെ കഴിച്ചാണ്ട്. അങ്ങനെ ആയാലേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുള്ളൂ. അങ്ങനെ ആയാലേ നമ്മൾ മരുന്നുകൾ വാങ്ങുള്ളൂ. അങ്ങനെ ആയാലേ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനും ഫുഡ് ഇൻഡസ്ട്രീസിനൊക്കെ ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുക, ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും നോക്കി നോക്കി, നിങ്ങൾ ഈവൻ ChatGPTയിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി, എഗ്സ് അല്ലെങ്കിൽ മീറ്റ്, ഇതിൻ്റെയൊക്കെ ഇൻസെയിൻ ബെനിഫിറ്റുകൾ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് സാഷേറ്റിംഗ് ആണ്. ഇതൊരു 10 മുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് വിശക്കൂല, എനർജി ലെവൽ സ്റ്റേബിൾ ആയിരിക്കും, മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവും, കുറേ ബെനിഫിറ്റുകളുണ്ട്. പക്ഷേ ഇതേമാതിരിയല്ല നമ്മളെ സാധാ ഫുഡുകൾ എന്ന് പറയുന്നത്. എനിക്കെന്താ ഫീൽ ചെയ്തതെന്നറിയോ, ഇത്രയും മുട്ട ഒരു ദിവസം കഴിച്ചിട്ട്? ഒന്നാമത് ഇത് ചീപ്പ് ഓപ്ഷനാണ്. ഞങ്ങൾക്ക് ചെറിയൊരു കാൽക്കുലേഷൻ ആയിട്ട് മനസ്സിലാം. ഒരു മുട്ടക്ക് 6 രൂപ, പ്രോട്ടീൻ്റെ ഇതിൽ മാത്രം നമുക്ക് നോക്കാം. ഒരു മുട്ടക്ക് 6 രൂപ. അപ്പോൾ ഒരു ദിവസം 10 മുട്ട എന്നാൽ 60 രൂപ, 10 ദിവസത്തേക്ക് 600 രൂപ, 30 ദിവസത്തിന് 1800 രൂപ. എത്ര പ്രോട്ടീൻ കിട്ടി? ഒരു ദിവസം 10 മുട്ട കഴിച്ചു, അതായത് 60 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം. ഏറ്റവും ബയോ അവൈലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ 60 ഗ്രാം ഒരു ദിവസം കിട്ടി. പ്രോട്ടീൻ മാത്രമല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ബേസിക്കലി പറയണ, അതിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, ലൂസീനും അതുപോലെയുള്ള കംപ്ലീറ്റ് അമിനോ ആസിഡ് സംഭവങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷെ ഒരു പ്രോട്ടീൻ്റെ ഇതിൽ മാത്രം നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, 60 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കിട്ടി. അങ്ങനെ ഒരു മാസം കിട്ടി, വെറും 1800 രൂപക്ക്. ഇനി നിങ്ങൾ വേ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ആ ഒരു സപ്ലിമെൻറ്റ് ഫോമിൽ നിങ്ങൾ പ്രോട്ടീൻ വാങ്ങിയെന്നുണ്ടെങ്കിൽ എത്ര വരും ഒരു കിലോന്, 1 kg? ഞാൻ വാങ്ങിയിട്ടില്ല, പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു 2000 3000 ആ റേറ്റിലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ബയോ അവൈലബിലിറ്റി ഇത്ര വരില്ല, മുട്ടൻ്റെ അത്ര വരില്ല. സ്റ്റിൽ ഒരു സ്കൂപ്പ് നമുക്ക് എത്ര കിട്ടുന്നുള്ളൂ? 25 ഗ്രാം പ്രോട്ടീനൊക്കെ കിട്ടുന്നുള്ളൂ. അവിടെ നമുക്ക് 60 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. എന്നിട്ടും നമുക്ക് ഒരു മാസം ഒക്കെ ഓരോ ദിവസം 25 ഗ്രാം പ്രോട്ടീനൊക്കെ വെച്ച് കിട്ടിയിട്ടും നമുക്ക് എത്ര കൊടുക്കണം? 2000-3000. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഒരിക്കലും അവിടെ ലാഭമല്ല, അതിൻ്റെ ഒരു കൺവീനിയൻസ് ആണ്. അത് നമുക്ക് നേരെ ഷെയ്ക്കിലൊക്കെ ഇട്ട് കുടിക്കാം. എഗ്ഗ് റോ ആയിട്ട് കഴിക്കണോലുണ്ട്,
പക്ഷെ ഐ ഡോണ്ട് റെക്കമെൻഡ് ഇറ്റ്. ചിലപ്പോൾ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവും. ഇവിടെ നമ്മൾ കുക്ക് ചെയ്യണം, ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ ബയോ അവൈലബിലിറ്റി, ന്യൂട്രിയൻ ഡെൻസിറ്റിയും അതുപോലെ ഡൈജഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഏറ്റവും ബെസ്റ്റ് എന്ത് തന്നെയാണ്? എഗ് തന്നെയാണ്. എഗ്സിൻ്റെ അബ്സോർപ്ഷൻ, ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ, ബയോ അവൈലബിലിറ്റി ഒക്കെ ഏകദേശം 97% വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മീറ്റ്, അത് ഏകദേശം ഒരു 95% അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡയറി പ്രോഡക്ട്സ് 94% ഒക്കെ. അതും കഴിഞ്ഞിട്ടാണ് പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ വരുന്നത്, വെറും 45-50 ആ ലെവൽക്കൊക്കെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളമാണ് പ്ലാൻ ബേസ്ഡ് ഫുഡുകൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്, എത്രത്തോളമാണ് എഗ്ഗും അതുപോലെ മീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. എഗ് എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ ആകെ ഒരു എന്താ പറയുക, ഒരു ലാക്കിങ് എന്ന് പറയുന്നത് ഒരു വിറ്റാമിൻ സിൻ്റെ കേസ് മാത്രം വരുന്നുള്ളൂ. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ K2, വിറ്റാമിൻ K1, അതേപോലെ ലൂസിൻ, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള omega-3 ഫാറ്റി ആസിഡ്സ്, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ അതിന് കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എഗ്ഗ് വൈറ്റ് മാത്രം കഴിക്കുക, എഗ്ഗ് യോക്ക് ഒഴിവാക്കുക, 2 യോക്ക് മാത്രം കഴിക്കുക, ബാക്കിയൊക്കെ വൈറ്റ് കഴിക്കുക, ഇങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല. വി നീഡ് ടു ഈറ്റ് ദ ഹോൾ എഗ്സ്. എഗ്സിനെ കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ എങ്ങനെ പറയാൻ പറ്റുമല്ലോ, സൂപ്പർ ഹ്യൂമൻ ഫുഡ് എന്നുള്ള രീതിയിൽ പറയാം. എഗ്ഗും അതേപോലെ റെഡ് മീറ്റും. അപ്പാർട്ട് ഫ്രം ബ്രസ്റ്റ് മിൽക്ക്, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് പ്രോട്ടീൻ. രണ്ടാമത് വരുന്നത് എഗ്സ് തന്നെയാണ്. എപ്പോഴും ഒരു പ്രിൻസിപ്പൾ ആലോചിക്കുക, ഈ ഫുഡ് കമ്പനീസും അല്ലെങ്കിൽ പരസ്യത്തിലൊക്കെ എത്ര നല്ല ഫുഡുകൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ട് വന്നാലും നേച്ചർ മേക്സ് ദ ബെസ്റ്റ് ഫുഡ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഹോൾ ഫുഡ്സുകൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. ദെൻ ഇനി അതിൻ്റെ സോഴ്സ്, രണ്ടാമത്തെ ഒരു സ്റ്റേജിൽ നിന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ് സ്റ്റേജിൽ നിന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സാണ്. അതായത് ഇപ്പോൾ സൺലൈറ്റും അതുപോലെ മറ്റു ജീവികളെയും പ്രാണികളും ഇൻസെക്റ്റുകളൊന്നും കിട്ടാതെ, അങ്ങനത്തെ ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ, നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന കുറേ ന്യൂട്രിയൻസ് ഉണ്ടല്ലോ, അതൊന്നും കിട്ടാതെ വളർന്ന കോഴികളായിരിക്കും നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടകളൊക്കെ തരുന്നത്. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് ലെവൽ തിങ്കിങ് കേട്ടോ, ആ സോഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ നല്ല സംഭവങ്ങൾ കഴിക്കുന്ന കോഴികൾ, നമ്മളെ വീട്ടിലത്തെ നാടൻ കോഴികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കോഴികളുടെ മുട്ടയ്ക്ക് പിന്നെ പ്രാധാന്യം കൊടുക്കുക. ആർട്ടിഫിഷ്യൽ തീറ്റകൾ കഴിച്ച് വളരുന്നതല്ലാത്ത നല്ല പുല്ലൊക്കെ കഴിച്ച് ആവശ്യമുള്ള എല്ലാം കിട്ടി ഓൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്ന പശു അല്ലെങ്കിൽ പോത്ത് അല്ലെങ്കിൽ ബീഫ്, ഗ്രാസ് ഫെഡ് എന്നൊക്കെ പറയുമല്ലോ, ഗ്രാസ് ഫെഡ് സ്റ്റീക്ക് എന്നൊക്കെ, ഇങ്ങനത്തെ സംഭവങ്ങൾ കൂടുതലാക്കാൻ നോക്കുക. ഇതൊക്കെ നെക്സ്റ്റ് ലെവലാണ്. ഞാൻ അവിടേക്കൊന്നും എത്തിയിട്ടില്ല, ഞാനും ജസ്റ്റ് ആ ഒരു എന്താ പറയുക, നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യാൻ തുടങ്ങി. ആ ഒരു രീതിയിലാണ്. 1 മാസം കൊണ്ട് 300 മുട്ട കഴിക്കുന്നതിലൂടെ എൻ്റെ ഹെൽത്ത് ആക്ച്വലി വേഴ്സനായിക്കല്ല, ആക്ച്വലി അതെന്താ ചെയ്തേക്കാണ്, ഇമ്പ്രൂവ് ആയിക്കാണ്. മോർ സ്ട്രെങ്ത്, ബെറ്റർ റിക്കവറി, മോർ മസിൽ ഗ്രോത്ത്, സ്റ്റഡി എനർജി, സാഷിയേറ്റിംഗ്, ക്ലാരിറ്റി ഉണ്ട്, അതുപോലെ ഡൈജസ്റ്റീവ് ഇഷ്യൂസും ഹെൽത്ത് ഇഷ്യൂസും കുറവാണ്. ഇത് ഞാനൊരു ബോഡി ബിൽഡിംഗ് പെർസ്പെക്റ്റീവിലല്ല പറയുന്നത്. ദിസ് ഈസ് എ ഹെൽത്ത് ഫുഡ്. ഇത് ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും മെന്നാണെങ്കിലും വുമണ്ണാണെങ്കിലും ഒക്കെ ഒരേപോലെ ഇത് ന്യൂട്രിയൻ ഡെൻസ് ഫുഡാണ്. സോ മൈ മെസ്സേജ് ഈസ് ഈറ്റ് റിയൽ ഫുഡ്, ഈറ്റ് ദ ഫുഡ്, ഗിവ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഫുഡ്സ് ദാറ്റ് നേച്ചർ ഡയറക്ട്ലി ഗേവ് us. ഫുഡ് കമ്പനീസും മറ്റുള്ളവരും എന്തൊക്കെ റെക്കമെൻഡ് ചെയ്തോടെ നേച്ചർ നമുക്ക് തരുന്ന സംഭവങ്ങൾ, ഹോൾ ഫുഡുകളാണ് ഏറ്റവും ബെസ്റ്റ് ഫുഡുകൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്, നിങ്ങൾ ചിലപ്പോൾ കുറേ ആൾക്കാർ ഇതിലെന്താണ് ഇത് കേട്ടാണ്ട് നമുക്ക് വെജീസ് കഴിക്കണം, ഫൈബർ വേണം എന്നൊക്കെ എന്നോട് കുറേ ഷോർട്സിലൊക്കെ പറയലുണ്ട്. ഫൈൻ, കമൻ്റ് ഇടാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. ചില ആൾക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും, എന്ന് കത്തിയിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ എന്നുള്ളത്. സോ hope it is helpful for you guys. See you in the next video.